യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. പിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ഉന്നതത്തിൽ നിന്ന് ദൈവശക്തി അയച്ച് എല്ലാവരെയും ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി കൊണ്ട് ദൈവജനം ബലം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വചനത്തിൻ്റെ ശക്തി കൊണ്ട് അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും വർഷിക്കണമേ. ദൈവശക്തിയുടെ വലിയൊരു പ്രവാഹമുണ്ടാവട്ടെ. വചനം കേട്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത ദൈവശക്തി കടന്നു പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാവരെയും വലിയ സ്നേഹത്തോടെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് വലിയ ദൈവശക്തിയാൽ നമ്മളെ ഇന്ന് നിറയ്ക്കാനായിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ, ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് സാത്താനെയും ലോകത്തെയും ജഡത്തിൻ്റെ വികാരങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. സക്രിയ 4:6 സൈന്യബലത്താലല്ല, കരബലത്താലല്ല, ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ടത്രേ. നമ്മുടെ മനസ്സിൻ്റെ കരുത്തുകൊണ്ടോ ശരീരത്തിൻ്റെ ബലം കൊണ്ടോ ലോകത്തിൻ്റെ മുഖങ്ങളെയോ ജഡത്തിൻ്റെ വികാരങ്ങളെയോ ഒന്നും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന വികാര വിചാരങ്ങളെ കീഴ്പ്പെടുത്തണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ മതിയാവത്തുള്ളൂ. ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാത്താൻ്റെ ശക്തിയെ തകർക്കാൻ പറ്റുള്ളൂ. 1 യോഹന്നാൻ 5:19 ഇങ്ങനെ പറയുന്നുണ്ട്, ലോകം ദുഷ്ടൻ്റെ ശക്തി വലയത്തിൻ്റെ ഉള്ളിലാണ്. ലോകം ദുഷ്ടൻ്റെ ശക്തി വലയത്തിൻ്റെ ഉള്ളിലാണ്. ഈ ദുഷ്ടൻ പിശാചാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ മേലെ പിശാചിന് സ്വാധീനമുണ്ട്. കാരണം ഈ ലോകത്തിൽ തിന്മ ഒത്തിരിയേറെ സംഭവിക്കുന്നു. അതുകൊണ്ട് തിന്മയ്ക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ ഈ തിന്മയുടെ ആധിപത്യത്തെ, സാത്താൻ്റെ ശക്തിയുടെ ആധിപത്യത്തെ തകർക്കണമെങ്കിൽ ദൈവജനത്തിന് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. ആത്മാവിൻ്റെ ശക്തിയും കൃപാവരങ്ങൾ കൊണ്ട് നമ്മൾ നിറഞ്ഞവരായിട്ട് മാറണം. ദൈവശക്തി കൂടാതെ സാത്താൻ്റെ ശക്തിയെ തകർക്കുവാൻ, സാത്താൻ്റെ ബലത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് നമുക്കാവില്ല. നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ്, കൃപാവരങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ 38-ാം വചനം പറയുന്നു, നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും. അല്ല, യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട്
പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം. നന്മ പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് വേണം. സാത്താൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ അതിൽ നിന്ന് വിമോചിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണം. നസ്രായനായ യേശു ക്രിസ്തു സാത്താനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കി. വലിയ ഒരു പരിശുദ്ധാത്മ ശക്തിയുടെ അഭിഷേകത്തിലാണ്. അതാണ് മത്തായി സുവിശേഷം 12:28 പറയുന്നുണ്ട്, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിനെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് യേശു പിശാചിനെ പുറത്താക്കിയത്. 1 യോഹന്നാൻ 3:8 പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ആ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ, പിശാചിനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ആ പിശാചിൻ്റെ ശക്തിയെ തകർക്കുന്ന ദൈവാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് വേണ്ടിയിരിക്കുന്നു. കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ യേശു പൂർണ്ണമായിട്ട് സാത്താനെ പരാജയപ്പെടുത്തി. സാത്താൻ്റെ മേൽ പൂർണ്ണമായിട്ടും യേശു വിജയം നേടി. കൊളോസ്സോസ് ലേഖനം 2-ാം 14-15 നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ എല്ലാം അവൻ മായ്ച്ചു കളയും, അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. നമുക്കെതിരായിട്ട് എഴുതപ്പെട്ടിരുന്ന ലിഖിത നിയമങ്ങൾ, ലോകത്തിൻ്റെ നിയമങ്ങൾ, സാത്താൻ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾ എല്ലാം കർത്താവ് കാൽവരി കുരിശിൽ തകർത്തു കളഞ്ഞു. കുരിശിൽ സാത്താനെ ശരിക്ക് തറച്ച് സാത്താൻ്റെ ശക്തിയെ കെടുത്തി കളഞ്ഞു. കുരിശിൽ സാത്താൻ്റെ മേൽ യേശു ക്രിസ്തു വിജയം നേടി. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവിടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളനാപാത്രമാക്കി. കുരിശിൽ യേശു വിജയം ആഘോഷിച്ചു. കുരിശിൽ യേശു മരിച്ചുകൊണ്ട്, പീഡ സഹിച്ചു മരിച്ചുകൊണ്ട് വിജയം ആഘോഷിച്ചു. ദൈവത്തിൻ്റെ ജനമേ, കുരിശിലേശു വിജയം നേടി. സാത്താൻ്റെ മേൽ വിജയം നേടി, ലോകത്തിൻ്റെ മേൽ വിജയം നേടി, എല്ലാറ്റിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ, എല്ലാറ്റിൻ്റെ മേൽ യേശു വിജയം നേടിക്കഴിഞ്ഞു. കുരിശിൽ അവൻ വിജയം ആഘോഷിച്ചു. കുരിശടയാളം കാണുമ്പോൾ അത് വിജയത്തിൻ്റെ അടയാളമാണ്. ഒരിക്കലത് ശാപത്തിൻ്റെ ലക്ഷണമായിരുന്നെങ്കിൽ ഇന്ന് കുരിശ് വിജയത്തിൻ്റെ അടയാളമാണ്. കുരിശിൽ വിജയം ആഘോഷിച്ച കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ അവൻ ജീവിക്കുന്നു, നമ്മോടൊത്തുണ്ട്. ഒരു പിശാചിനും നമ്മളെ തൊടുവാനോ നമ്മളെ തകർക്കുവാനോ നമ്മളെ നശിപ്പിക്കാനോ സാധ്യമല്ല. ദൈവജനത്തെ ഒരു പിശാചും തൊടത്തില്ല. പലർക്കും പിശാചിനെ പേടിയാ. എന്തിനാ പിശാചിനെ പേടിപ്പിക്കുന്നത്? ചിലർക്ക് പേടിയാണ്. മറ്റുള്ളവർ മന്ത്രവാദം ചെയ്തു, കൂടോത്രം ചെയ്തു, അതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്. ഒന്നും സംഭവിക്കത്തില്ല. യാക്കോബിന് ആഭിചാരമേൽക്കത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല. ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ഒരുവനെ തകർക്കാൻ ഒരു ആഭിചാരത്തിൻ്റെ ശക്തിക്ക് സാധ്യമല്ല. യേശു ക്രിസ്തുവിനെ നീ സ്വന്തമാക്കിയ വ്യക്തിയാണോ, ഒരു മന്ത്രവാദിക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. കുരിശിൽ വിജയം ആഘോഷിച്ചവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. നമ്മൾ വിജയം ആഘോഷിക്കണം. നമ്മൾ വിജയം നേടിവരാ. നമ്മൾ വിജയത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ പരാജയപ്പെട്ടവരല്ല. നമ്മൾ വിജയത്തിൽ നിന്നുകൊണ്ട് വിജയം ആഘോഷിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് വിജയം ആഘോഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ തേങ്ങിക്കരഞ്ഞ് നിരാശപ്പെട്ട് നെഗറ്റീവ് വാക്കുകളും പറഞ്ഞ്
ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ ക്രിസ്ത്യാനി കുരിശിലേക്ക് നോക്കി വിജയം ആഘോഷിച്ചവൻ്റെ കൂടെ നിന്നുകൊണ്ട് ലോകത്തെ ചവിട്ടുമെതിക്കുവാൻ, ലോകത്തിന് മേൽ വിജയം നേടുവാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. യേശു ആത്മാവിനാൽ നിറഞ്ഞ് ദൈവശക്തി കൊണ്ട് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ഇവിടെ ഇതേ സ്റ്റെഫാനോസിനെ കുറിച്ച് പറയുകയാണ്, കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് ജനമധ്യത്തിൽ വലിയ അടയാളങ്ങൾ, വലിയ അത്ഭുതങ്ങൾ സ്റ്റെഫാനോസ് ചെയ്തു. സ്റ്റെഫാനോസിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ദൈവശക്തിയുടെ വലിയ ഒരു ഒഴുക്ക് സ്റ്റെഫാനോസിലൂടെ സമൂഹ മധ്യത്തിൽ സംഭവിക്കുക. കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞു. നസറാന യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തോ അതുപോലെ ഇതാ യേശു സ്റ്റെഫാനോസിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. സ്റ്റെഫാനോസിൻ്റെ കൈകളിലൂടെ ജനമധ്യത്തിൽ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ വർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതായത് സിനഗോഗിൽ ഉണ്ടായിരുന്നവർ സ്റ്റെഫാനോസിനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. കിറേനക്കാർ, അലക്സാണ്ട്രിയക്കാർ, കിലിക്കിയർ, ഏഷ്യയിൽ നിന്നുള്ളവർ, സ്വതന്ത്രന്മാരുടെ സിനഗോഗ് എന്നറിയപ്പെടുന്ന സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്റ്റെഫാനോസിനോട് വാദപ്രതിവാദം നടത്തി. അനേക സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ സ്റ്റെഫാനോസിനെ തോൽപ്പിക്കുവാനായിട്ട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു. പക്ഷേ സ്റ്റെഫാനോസിൽ നിറഞ്ഞുന്ന കൃപാവരത്തോട്, വാക്ചാതുര്യത്തോട്, ദൈവശക്തിയോട് എതിർത്തു നിൽക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ ശക്തിയും കൃപാവരങ്ങളും അഭിഷേകമൊക്കെ നിറയണം. നമ്മൾ അതിനുവേണ്ടി ദാഹത്തോടെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സ്റ്റെഫാനോസിൽ വെളിപ്പെട്ട ആത്മാവിനോടും ജ്ഞാനത്തിനോടും കൃപാവരത്തിനോടും എതിർത്തു നിൽക്കുവാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. സ്റ്റെഫാനോസിൽ നിറഞ്ഞു നിന്ന ജ്ഞാനത്തിനു വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ജ്ഞാനം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. എളിമയുണ്ടെങ്കിലേ ജ്ഞാനം കിട്ടത്തുള്ളൂ. എളിമപ്പെടൽ, എത്രമാത്രം എളിമപ്പെടാമോ ദൈവിക ജ്ഞാനം നമുക്ക് കർത്താവ് നൽകും. സ്റ്റെഫാനോസിൽ നിറഞ്ഞു നിന്ന ദൈവാത്മാവിൻ്റെ ശക്തിയോട് എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്റ്റെഫാനോസിൽ നിറഞ്ഞു നിന്ന ആത്മാവിൻ്റെ കരുത്ത്, ആത്മാവിൻ്റെ ബലത്തോട് എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവർ പരാജയപ്പെട്ടു. അവർ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും വിധത്തിൽ സ്റ്റെഫാനോസിനെ കൊല്ലുവാനായിട്ട് അവർ പ്ലാനുകൾ തയ്യാറാക്കുക. അവനെ ബന്ധിച്ച് കീഴ്പ്പെടുത്തി വധിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം പറയുന്നു, സംഘത്തിലുണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. ജ്ഞാനം നിറഞ്ഞ, ദൈവശക്തി നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, കൃപാവരങ്ങൾ നിറഞ്ഞ സ്റ്റെഫാനോസിൻ്റെ മുഖം എങ്ങനായിരുന്നു? ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. ഹല്ലേലൂയ. ഇതൊരു അടയാളമാണ്. ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, ദൈവശക്തി, അഭിഷേകമൊക്കെ നിറഞ്ഞവരുടെ മുഖം കാണുമ്പോൾ ആ മുഖത്തിന് ഒരു ദൈവിക ശോഭയുണ്ട്. അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ ഒരു മുഖ ഛായയല്ല. കൃപ നിറഞ്ഞവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഹൃദയത്തിൽ എത്രമാത്രം എളിമപ്പെടാമോ, എത്രമാത്രം തോറ്റുകൊടുക്കാമോ,
അത്രമാത്രം താഴേക്ക് വരുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യാനായിട്ട് പോകുക. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം എളിമപ്പെട്ടുകൊള്ളുക. എത്രമാത്രം എളിമപ്പെടുന്നോ അത്രമാത്രം പരിശുദ്ധാത്മാവ് നിന്നെ ഉയരങ്ങളിലേക്ക് നയിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. ഒരുപക്ഷേ നിന്നെ തകർക്കുവാൻ, നിൻ്റെ ശുശ്രൂഷകളെ തകർക്കുവാൻ സാത്താൻ വ്യത്യസ്തമായ രീതിയിലൂടെ, വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയൊക്കെ പ്രവർത്തിച്ചേക്കാം. പക്ഷെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നെ തകർക്കുവാൻ, നിൻ്റെ ശുശ്രൂഷയെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. കർത്താവാണ് നിന്നെ തിരഞ്ഞെടുത്തതെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് കർത്താവ് എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. സ്തെഫാനോസ് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ട് വചനം പ്രസംഗിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ പഴയ നിയമത്തെക്കുറിച്ച്, പഴയ നിയമത്തിലൂടെ കടന്നു വരുന്ന പുതിയ നിയമത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രം ഇതെല്ലാം സ്തെഫാനോസ് ആത്മാവിൽ നിറഞ്ഞ് അങ്ങോട്ട് പങ്കുവെച്ചു. അങ്ങനെ പങ്കുവെക്കുമ്പോൾ സ്തെഫാനോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 7:51. മർക്കട മുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. മർക്കട മുഷ്ടിക്കാരെ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് നിരന്തരമായിട്ട് മല്ലടിക്കുന്നു. എഫേസോസ് 4:30 പറയുന്നുണ്ട്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ, നിന്നെ അഭിഷേകം ചെയ്ത, നിന്റെ കൂടെ വസിക്കുന്ന ദൈവമായ പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കരുത്. കഠിന ഹൃദയത്തിൻ്റെ ഉടമകൾ, മർക്കടമുഷ്ടിക്കാരായിട്ടുള്ള ഒരു ജനത, ഹൃദയത്തിലും മനസ്സിലുമൊക്കെ കടുപ്പം ബാധിച്ചവർ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാത്തവർ, കഠിനമായ മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവർ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുക. പരിശുദ്ധാത്മാവിനെ നിരന്തരമായിട്ട് വേദനിപ്പിച്ചാൽ, ദുഃഖിപ്പിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് നഷ്ടമാവുകയാണ്. മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വ്യക്തമായ വെളിപ്പാടുകൾ നിഷേധിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന സന്ദേശങ്ങൾ അവഗണിക്കരുത്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ അവഗണിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ ദുഷിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നവർ കുറിച്ച് വെച്ചോ. മത്തായി സുവിശേഷം 12:32, പിതാവിനും പുത്രനും എതിരായി ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ല. ശക്തമായ മുന്നറിയിപ്പ്, താക്കീതായത്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ല. മർക്കടമുഷ്ടിക്കാരെ, പരിശുദ്ധാത്മാവിനെ ദുഷിക്കരുത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. യേശു ചെയ്ത അതേ അത്ഭുതങ്ങൾ, അപ്പസ്തോലന്മാരുടെ കരങ്ങളിൽ സംഭവിച്ച അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എല്ലാം ഇന്നും സംഭവിക്കും. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പ്രവർത്തിക്കരുത്. അത് ആരാണെങ്കിലും അവർക്കത് ദോഷമായിട്ട് ഭവിക്കും. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ശക്തമായ സ്തെഫാനോസിൻ്റെ വചന ശുശ്രൂഷ, ആത്മാവിൽ നിറഞ്ഞുള്ള ആ വചന ശുശ്രൂഷ, അത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫരീസയരും നീതിജ്ഞരും അവരെല്ലാവരും കോപാക്രാന്തരായി ആത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് സ്തെഫാനോസ് നോക്കി. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദർശനം കാണുകയാണ്. സ്വർഗത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തെ കണ്ടു.
യേശുക്രിസ്തു എണീറ്റു നിൽക്കുന്നത് കണ്ടു. സ്തെഫാനോസിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുകയാ. ആത്മാവിൽ നിറഞ്ഞു നോക്കുകയാ. സ്വർഗം തുറക്കപ്പെട്ട വലിയ വലിയ ഒരു ദർശനം സ്തെഫാനോസ് കാണുകയാ. ഹല്ലേലൂയ. അടുത്ത നിമിഷം അവരെന്ത് ചെയ്യുന്നറിയാവോ? ആ ജനക്കൂട്ടം സ്തെഫാനോസിനെ കല്ലെറിയാൻ തുടങ്ങി. ഏറുകൊണ്ട് ശരീരം മുറിഞ്ഞ് രക്തം വാർന്നൊഴുകിയ ശരീരത്തിൻ്റെ ഫലഭാഗത്ത് ഏറുകൊണ്ട് തലക്കെട്ടൊക്കെ ഏറുകൊണ്ട് പൊട്ടി ചോരയൊഴിക്കുക. ഹല്ലേലൂയ. ചോര വാർന്നൊഴുകി. സ്തെഫാനോസ് മരണത്തിന് കീഴ്പ്പെടുകയാ. യേശു കുരിശിൽ വിജയമാഘോഷിച്ചതുപോലെ ഇവിടെ ഇതാ സ്തെഫാനോസ് വിജയമാഘോഷിക്കുക. ക്രൂശിതനോട് ചേർന്നുകൊണ്ട് വിജയമാഘോഷിക്കുക. സ്തെഫാനോസ് മരിച്ചു. സ്വർഗത്തിലേക്ക് സ്തെഫാനോസ് പോവുക. സ്തെഫാനോസ് മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്. തന്നെ കല്ലെറിഞ്ഞവർക്ക് പൂർണ്ണമായിട്ട് ക്ഷമ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്തെഫാനോസ് കൃപാവരവും ആത്മാവിൻ്റെ ശക്തിയും അഭിഷേകം കൊണ്ട് നിറഞ്ഞ മാലാഖയുടെ മുഖം പോലെ മുഖത്തിൻ്റെ ആ ശോഭ നിറഞ്ഞ സ്തെഫാനോസ് ഇന്ന് ദൈവസന്നിധിയിൽ മഹത്വത്തോടെ ഉണ്ട്. സ്തെഫാനോസ് ഇന്ന് മഹത്വപൂർണനായി ദൈവത്തോടുകൂടെ ഉണ്ട്. കുരിശിൽ വിജയമാഘോഷിച്ചവൻ്റെ കൂടെ സ്തെഫാനോസ് ഉണ്ട്. ആരൊക്കെ രക്തസാക്ഷികളായോ അവരൊക്കെ ഇന്ന് കർത്താവിനോടുകൂടി വിജയമാഘോഷിക്കുക സ്വർഗത്തിൽ. ഹല്ലേലൂയ. നമ്മളൊക്കെ ഇവിടെ വിജയമാഘോഷിച്ച് ജീവിക്കേണ്ടവർ തന്നെയാണ്. കരഞ്ഞു നിലവിളിച്ച് ജീവിക്കേണ്ടവരല്ല. നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ദുഃഖത്തിലും തകർച്ചയിലും വേദനയിലും കടബാധയിലും രോഗങ്ങളിലും കർത്താവിൽ സന്തോഷിക്കാൻ പറ്റണം. എല്ലാവരും നമ്മെ കല്ലെറിയുമ്പോൾ, എല്ലാവരും നമ്മളെ പിച്ചു ചിന്നുമ്പോൾ, തെറ്റ് ചെയ്യാതെ കുറ്റക്കാരനായി അവഗണിക്കപ്പെടുമ്പോൾ, കല്ലെറിയപ്പെടുമ്പോൾ നമ്മൾ കർത്താവിൽ സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ആധ്യാത്മികത. സ്തെഫാനോസിനെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മയും അഭിഷേകം ചെയ്യട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. അനേകം രോഗിയുടെ മേൽ ദൈവശക്തി കടന്നു വരുന്നുണ്ട്. ചില വ്യക്തികളുടെ മേൽ ആത്മാവിൻ്റെ ശക്തി ആവരിച്ചിട്ട് അവിശ്വാസത്തിൻ്റെ ബന്ധനം അഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയട്ടെ. മത്തായി 4:10 യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൈശാചിക ശക്തിയെ ബന്ധിക്കുന്നു. ഭയത്തിൻ്റെ ആത്മാവിനെ ബന്ധിക്കുന്നു. തിന്മയുടെ ശക്തി വിട്ടുമാറട്ടെ. രോഗത്തിൻ്റെ ആത്മാവിനെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. വിട്ടൊഴിയട്ടെ. തീരാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. അന്ധന്മാർ കാണട്ടെ. ചെകിട കേൾക്കട്ടെ. തളർവാദ രോഗികൾ നടക്കട്ടെ. ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ. മാനസിക രോഗികൾക്ക് സൗഖ്യമുണ്ടാവട്ടെ. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കട്ടെ. കടഭാരങ്ങൾ വിട്ടുമാറട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കൾ പിറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയുടെ ആത്മാവിൻ്റെ പ്രവാഹമുണ്ടാവട്ടെ. ആമേൻ. ജിബിൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി. ഒന്ന് പറയാമോ സാക്ഷ്യം? എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയ 9ാമത്തെ സ്കാനിങ്ങിൻ്റെ ലാസ്റ്റ് 9 മാസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 9ാമത്തെ ലാസ്റ്റ് സ്കാനിങ്ങിൻ്റെ അന്ന് എൻ്റെ കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പം 2 കാലിലും നീളം കുറവായിരുന്നു. ഞാൻ കുവൈറ്റ് ഞാനൊരു ഷെഫാണ്. ഞാൻ കുവൈറ്റ് ജോലി ചെയ്യുകയാണ്. എൻ്റെ വൈഫ്, എൻ്റെ അപ്പൻ, അമ്മ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. എനിക്ക് ഒത്തിരി വിഷമമായി. എൻ്റെ അമ്മ എൻ്റെ വൈഫിനെ ചിറ്റടിയിൽ സൗബ്രതറിൻ്റെ ധ്യാനത്തിന് അന്ന്, ആ വണ്ടിയ ധ്യാനത്തിന് അവിടെ കൊണ്ടുപോയി. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അങ്ങ് പോന്നു. പിന്നെ എൻ്റെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഒരു കുഞ്ഞിനെനിക്ക് ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ 2 കാലിലും നീളക്കുറവാണ്. സ്കാനിങ് ചിറ്റടിയിൽ വന്നു. അന്നത്തെ ഏകദിനം കൂടി ഗർഭത്തിലുള്ള കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാല് വളരാനൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തും ആവട്ടെ, ഡെലിവറി കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കാലിന് നീളമൊക്കെ ഒപ്പമാണ്. കുഞ്ഞിന് സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളതുള്ള ഒരു കുഴപ്പങ്ങളില്ല. മിടുക്കനോ മിടുക്കിയോ? മിടുക്കിയായൊരു പെൺകുട്ടി. 5 വയസ്സായില്ലേ?
3.5 വയസ്സായി. ഇപ്പോൾ LKG ചേർത്തോ? LKG ചേർത്തു. ഹല്ലേലൂയ. ഇന്നലെ ഈ മോൻ പ്രാർത്ഥിക്കാമെന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിരുന്നു. അവൻ കർത്താവിന് അധികം സമയമൊന്നും വേണ്ട. നിങ്ങൾ ഒരു ദിവസം വന്ന് അവിടെ നിന്ന് വചനം ഒന്ന് കേട്ട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് ഒരു അത്ഭുതം ചെയ്യാനായിട്ട് സെക്കൻഡുകൾ മതി. പ്രൈസ് ദ ലോർഡ്. ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു. ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ.